വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ ഭൂരിപക്ഷം പ്രവചിക്കുന്നവർക്ക് 5001 രൂപ സമ്മാനം. തെന്നല ബാലകൃഷ്ണ ഫൗണ്ടേഷനാണ് സമ്മാനത്തുക പ്രഖ്യാപിച്ചത്. ഹാൻസ് ജോൺ ചേരുന്നു. ഹാൻസ്, തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നില്ല ഭൂരിപക്ഷം പ്രഖ്യാപിക്കാൻ. ഏതായാലും വോട്ടൊക്കെ പെട്ടിയിലായിട്ടുണ്ട്. ഇനിയാണ് ഭൂരിപക്ഷം പ്രഖ്യാപിക്കാനൊക്കെ പറയുന്നത്. എന്തായാലും കൗതുകമുള്ള ഒരു മത്സരമാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ശ്യാമിലെ, കൗതുകമുള്ള ഒരു വാർത്തയാണ്. വട്ടിയൂർക്കാവിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരന്റെ ഭൂരിപക്ഷം പ്രവചിക്കുക, 5001 രൂപ സമ്മാനം വാങ്ങുക. അതാണ് ഈ പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ഈ അന്തരിച്ച മുൻ KPCC പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണൻ പിള്ളയുടെ പേരിലുള്ള ഫൗണ്ടേഷനാണ് ഈ സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരം ഈ ബന്ധപ്പെട്ട ആ ഗ്രൂപ്പിലുള്ള ആ ഫൗണ്ടേഷനിലുള്ള ആളുകൾ നമുക്ക് നൽകിയത്. അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന 4-ാം തീയതിക്ക് ശേഷം പിറ്റേ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സമ്മാനം നൽകും. അതിനു മുമ്പ് തന്നെ ഭൂരിപക്ഷം പ്രവചിക്കുക, ബന്ധപ്പെട്ട വിവരം അവരെ അറിയിക്കുക എന്നുള്ളത് തന്നെയാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ത്രികോണപ്പോര് നടന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. നമുക്കറിയാം, VK പ്രശാന്ത്, R ശ്രീലേഖ, അതിനോടൊപ്പം തന്നെ കെ മുരളീധരൻ, ഇവർ 3 പേരുമാണ് മത്സരിച്ചത്. ആര് വിജയിക്കുമെന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. 1,27,000 പേരാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഈ പോൾ ചെയ്തത്, അല്ലെങ്കിൽ അത്രയധികം പോളിംഗ് ആണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വളരെ ചുരുങ്ങിയ ഭൂരിപക്ഷം ഉണ്ടാകുകയുള്ളൂ എന്നാണ് മുന്നണികൾ തന്നെ കണക്കൂട്ടുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കെ മുരളീധരന്റെ ഭൂരിപക്ഷം പ്രവചിക്കുക, ഒരു സമ്മാനം നേടുക എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നത്. ശ്യാമിലി, ശരി.